നമ്മൾ ഒരേ ഒരു ഇൻകം സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് എന്തുമാത്രം റിസ്ക് ആണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ഞാനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു ചിക്കൻ വാങ്ങാനായിട്ടാണ് പോയത്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെയുള്ള ആളോട് സംസാരിക്കാനിടയായി. അപ്പോൾ അദ്ദേഹം ഈ കൊറോണയുടെ സമയത്ത് ജോലി നഷ്ടപ്പെട്ട് വിദേശ രാജ്യത്ത് നിന്ന് തിരിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ നല്ലൊരു കമ്പനിയുടെ വളരെ നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ കൊറോണ ആ ഇൻഡസ്ട്രിയെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുകയും നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടിയും വന്നു. അപ്പോൾ അങ്ങനെ കുറേ നാൾ അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത് ആകെ ആ ജോലിയിൽ നിന്നുള്ള വരുമാനം എന്നുള്ള ഒറ്റ കൺസെപ്റ്റിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു 6 മാസത്തോളം ഒരു കാര്യവും ചെയ്യാതെ, ഒരു വരുമാനവും ഇല്ലാതെ അദ്ദേഹം സേവ് ചെയ്തിട്ടുള്ള പൈസയിൽ നിന്ന് കുറേ പൈസ എടുത്ത് ചിലവാക്കി ദൈനംദിന ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ടാക്കിയിട്ട് അവിടെ കോഴി പുറമേ നിന്ന് മേടിച്ച് ആളുകൾക്ക് വിൽക്കാനുള്ള ഒരു ചെറിയൊരു കട സെറ്റപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥ തന്നെയാണ്. കാരണം എന്താ, ആ സമയത്ത് അദ്ദേഹത്തിന് ജോലി പോയത് കൊണ്ടാണ് അദ്ദേഹം ആ ഒരു അവസ്ഥയിലേക്ക് വന്നത്. ഈ കോഴിയുടെ ബിസിനസ് മോശമെന്നല്ല പറയുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള വരുമാനവും അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന പൊസിഷനും ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു രീതിയോ വളരെയധികം ഡിഫറൻ്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ ഒരു ജോലിയും ഒരു കാര്യവും മോശം എന്ന് പറയുന്നില്ല. നമ്മൾ വൃത്തിയായിട്ടും കൃത്യമായിട്ടും നിയമപരമായിട്ടും ചെയ്യുന്ന ഏത് കാര്യവും നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരേ ഒരു ഇൻകത്തിനെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള കൊറോണ പോലുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ അത് വളരെയധികം ബാധിക്കും, നമ്മളുടെ ഫിനാൻസിനെ വളരെയധികം ബാധിക്കുമെന്നും അത് നമ്മൾക്ക് നമ്മളുടെ ഭാവിയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പല ആളുകൾക്കും 1 or 2 വരുമാന സ്രോതസ്സുകളുണ്ടാവും. പ്രധാനമായിട്ടും ഈ ബിസിനസ് ഒക്കെയുള്ള ആളുകൾ ആണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനമായിരിക്കും പ്രധാനപ്പെട്ട വരുമാനം. ആ ഒരു ബിസിനസ്സായിരിക്കും. അല്ലെങ്കിൽ ഒരു ജോലിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജോലിയിൽ നിന്നുള്ള ശമ്പളമായിരിക്കും പ്രധാനപ്പെട്ട വരുമാനം. പക്ഷേ അതിൻ്റെ കൂടെ സൈഡ് ബിസിനസ്സായിട്ട് ചില കാര്യങ്ങൾ നടത്തുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അധ്യാപകരോ ഒക്കെ ചിലപ്പോൾ ഒരു ബ്രോക്കറായിട്ട് സ്ഥലത്തിൻ്റെയോ മറ്റുള്ള കച്ചവടങ്ങളുടെയൊക്കെ ബ്രോക്കറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവാം. അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയുള്ള ആളുകൾ മറ്റുള്ള ചെറിയ സ്ഥാപനങ്ങൾ എടുത്ത് നടത്തുന്ന ആളുകളുണ്ടാവാം. അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആളുകൾ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന പെട്രോൾ പമ്പ് അല്ലെങ്കിൽ അതുപോലുള്ള ഫുഡ് ഡെലിവറി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവാം. അപ്പോൾ എല്ലാവരും ഒരൊറ്റ വരുമാന സ്രോതസ്സിൽ നിന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോവരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ചിക്കൻ കടയിൽ വെച്ച് പരിചയപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡിയായി വന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ആകസ്മികമായിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രശ്നം മൂലം നമ്മളുടെ വരുമാനം നിലയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ട് അതിൽ നിന്ന് പുറത്ത് കടക്കുക, അങ്ങനെ ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനോ അല്ലെങ്കിൽ പുതിയ രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിക്കൊണ്ടുവരാനായിട്ടോ ശ്രമിക്കണം. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ പറയാറില്ലേ. അതായത് നമ്മൾ എന്തുമാത്രം വിജയിക്കാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചാൽ അങ്ങനെയുള്ള ആളുകൾ മാത്രമേ വിജയിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യമാണ്. ഒരു ചെറിയൊരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത് വീട്ടിലൊരു പുതിയൊരു TV വാങ്ങി. ആ TV ഫിറ്റ് ചെയ്യാൻ വന്നത് തൃശ്ശൂർ അടുത്ത് താമസിക്കുന്ന ഒരു പയ്യനാണ്. ആ പയ്യനെ ആയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഞാൻ ഇമ്പ്രസീവായിപ്പോയി. 4 കാര്യങ്ങളാണ് അദ്ദേഹം ഒരുമിച്ച് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് 7 മണിക്കോ 8 മണിക്കോ ഒക്കെയാണ് ഒരു ദിവസം മോർണിംഗ് ആരംഭിക്കുന്നത്.
ആ മോർണിംഗിൽ അദ്ദേഹത്തിന് പാർട്ട് ടൈം ആയിട്ടുള്ള ക്ലാസ്സുകൾ അദ്ദേഹം അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഒരു ഡിഗ്രി കോഴ്സിൽ അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് അദ്ദേഹം അറ്റൻഡ് ചെയ്യും. അതിനുശേഷം 11 മണിക്ക് അദ്ദേഹം ഫ്രീ ആകുമ്പോൾ സൊമാറ്റോയുടെ ഫുഡ് ഡെലിവറി ഓർഡറുകൾ എടുത്തുകൊണ്ട് കുറച്ച് സമയം അതിനുവേണ്ടി ചിലവഴിക്കും. ഇനി അതുമാത്രമല്ല, ഒരു 3-4 മണിയാകുമ്പോൾ ഉച്ചഭക്ഷണത്തിനൊക്കെ ശേഷം അദ്ദേഹം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ TV ഫിക്സ് ചെയ്യുന്നതിനുള്ള ഓർഡറുകൾ, പല കമ്പനികളുടെ TV ഫിക്സ് ചെയ്യാനുള്ള ഒരു ഓർഡറുകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവും. ആ ഓർഡറുകൾ അനുസരിച്ച് TV ഫിക്സ് ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 6-7 മണിക്കാണ് എൻ്റെ വീട്ടിൽ വന്നത്. ഒരു അരമണിക്കൂർ കൊണ്ട് ആ പരിപാടി തീർത്ത് അദ്ദേഹം പോയി. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഞാൻ ചോദിച്ചു ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ 8 മണി മുതൽ 11:30 വരെ വീണ്ടും സ്വിഗ്ഗിയുടെ ഒരു ഫുഡ് ഡെലിവറിക്ക് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ 7 മണി തൊട്ട് രാത്രി 11 മണി വരെ, മോർണിംഗ് 7 മണി തൊട്ട് രാത്രി 11 മണി വരെ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റോടൊപ്പം തന്നെ പഠിക്കാനും വരുമാനം കണ്ടെത്താനുമുള്ള ആ ഒരു മനസ്സിനെ നമ്മൾ ശരിക്കും സല്യൂട്ട് ചെയ്തു പോകും. അപ്പോൾ അങ്ങനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു ജോലിയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ വരുമാനം മാത്രമായിട്ട് കുറയ്ക്കരുത്. അഡീഷണലായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളുടെ ഫിനാൻസസിനെ നേരെയാക്കുക, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ നേരെയാക്കാനുള്ള ശ്രമം നടത്തുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫിനാൻസ് സംബന്ധിച്ച കാര്യങ്ങൾ എന്തെങ്കിലും അറിയാണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.